ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു പുതിയ കമ്മീഷൻ കൂടി വരികയാണ്, അധികാരമേൽക്കുകയാണ്. വയോജന കമ്മീഷൻ. വയോജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി, കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി, അതെല്ലാം ഒത്തൊരുമിപ്പിക്കുന്നതിന് വേണ്ടി, പുതിയ നിർദ്ദേശങ്ങൾ വെക്കുന്നതിന് വേണ്ടി, അതിന്റെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒക്കെയാണ് ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ്. ആരാരും ശ്രദ്ധിക്കപ്പെടാൻ ഇല്ലാത്ത ഒരു വിഭാഗമായി ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ വയോജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അഗതി മന്ദിരങ്ങളും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് കുട്ടികളുടെ അണുകുടുംബത്തിലേക്ക് മാറിയ ഈ കാലഘട്ടത്തിലും അതിൽ നിന്ന് പോലും രണ്ടുപേർക്കും അച്ഛനെയും അമ്മയെയും നോക്കുവാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനിലൂടെ പ്രവാസം തേടി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മക്കൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ഉന്നത ജോലി ആവശ്യാർത്ഥം മറ്റു ജില്ലകളിലേക്കോ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ മക്കൾ പോകുമ്പോൾ വളരെ നിരാലംബരായി കാണപ്പെടുന്ന ഒരു വിഭാഗമായി ഇപ്പോൾ ഏകദേശം 60 വയസ്സിന് മുകളിലുള്ള ആളുകളെ കണ്ടുമുട്ടുകയാണ്. 60 വയസ്സ് ഒക്കെ വീണ്ടും അവർ മുന്നോട്ട് കൊണ്ടുപോകും. വീണ്ടും പ്രായം കൂടും തോറും അത് പ്രയാസങ്ങൾ നേരിടുകയാണ്. വീട്ടിൽ ആളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ് ഈ വയോജന കമ്മീഷൻ. ഇപ്പോൾ സർക്കാർ നിർബന്ധിതമായി അതെങ്ങനെ ഒരു കമ്മീഷനെ നിയമിക്കേണ്ട വരുന്ന അവസ്ഥയും ഈ കേരളത്തിലെ ഈ പ്രത്യേക സാഹചര്യം തന്നെയാണ്. തീർച്ചയായും ഏകദേശം 13 ലക്ഷത്തോളം വീടുകൾ കേരളത്തിൽ ഒഴിഞ്ഞുകിടപ്പുണ്ട് എന്നാണ് ഏകദേശം ഒരു കണക്ക് വ്യക്തമാക്കുന്നത്. 13 ലക്ഷത്തോളം. ഈ 13 ലക്ഷത്തോളം വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ജനങ്ങൾ പുറത്താണ് എന്നാണ് അതിനർത്ഥം. പ്രവാസം മറ്റുള്ള രാജ്യങ്ങളിലോ സംസ്ഥാനങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുകയാണ്. അവർ അവരുടെ വീടുകൾ അടച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിലോ മറ്റുള്ള സ്റ്റേറ്റിലോ പോയി ജോലി ചെയ്യുകയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മറ്റുള്ള രാഷ്ട്രങ്ങളിലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 13 ലക്ഷം വീടുകൾ ഇവിടെ അടങ്ങി കിടക്കുന്നത്. ഈ 13 ലക്ഷം വീടുകളിലും പ്രായമുള്ള ആളുകൾ ഉണ്ടാവും. അവരെ അഗതി മന്ദിരത്തിലോ അനാഥ മന്ദിരത്തിലോ ഒക്കെ ആക്കി മറ്റേ ജോലിക്ക് വേണ്ടി ആവശ്യാർത്ഥം ഇവർ പോകുന്നു. എല്ലാവരും ഒരേമാതിരി ശ്രദ്ധിക്കാത്തവരല്ല. അവർക്ക് ശ്രദ്ധിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടുമായിരിക്കാം. പൈസക്ക് ഹോസ്റ്റൽ മോഡലുള്ള അഗതി മന്ദിരങ്ങളും ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. ഏതായാലും ഈ വയോജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സർക്കാരിനും ഇപ്പോൾ അതിൽക്ക് ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് എന്ന് സർക്കാരിനും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഒരു കമ്മീഷൻ വരുന്നത്. തീർച്ചയായും കമ്മീഷൻ വരുന്നത് കൊണ്ട് ഗുണം തന്നെ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ദോഷങ്ങളൊന്നുമില്ല. ഏതായാലും കമ്മീഷനെ നമുക്ക് പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. കമ്മീഷൻ വയോജനങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുവാനും നഷ്ടപ്പെട്ടവ തിരിച്ചെടുക്കുവാനും അവരെ പ്രയാസങ്ങളിൽ പങ്കുചേരുവാനും ഒക്കെ കഴിയട്ടെ. അതിനാവട്ടെ ഈ കമ്മീഷന്റെ പ്രവർത്തനം. ഇനി നമ്മുടെ 13 ലക്ഷം വീടുകൾ അടഞ്ഞുകിടക്കുന്നു എന്ന് പറഞ്ഞല്ലോ. 13 ലക്ഷം വീടുകൾ കേരളത്തിൽ അടഞ്ഞുകിടക്കുകയാണ്. എന്തുകൊണ്ടാണ്? പ്രവാസം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും വീടുകൾ അടഞ്ഞുകിടക്കുന്നത്. ഗവൺമെന്റ് ജോലി ആവശ്യാർത്ഥം മാറി താമസിക്കുന്നവർ വളരെ കുറവാണ്. അത് താമസിക്കുന്നവരുണ്ട്, വീടടച്ചിട്ടിട്ട്, എങ്കിലും അത് വളരെ കുറവാണ്. പക്ഷെ ഇത് ഈ 13 ലക്ഷത്തോളം വീടുകൾ അടഞ്ഞുകിടക്കുന്നു എന്ന് പറയുന്നത് അതും ആഡംബര വീടുകളാണ്. ഒക്കെ പ്രവാസം സ്വീകരിക്കുന്ന ആളുകളുടെ വീടുകളാണ് എന്നാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് അത്രയും വയോജനങ്ങൾ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. തീർച്ചയായും മക്കളും പൈസയും ഒക്കെ ഉണ്ടായിട്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് കൂടുതലും. ഇതൊന്നും ഇല്ലാണ്ട് അനുഭവിക്കുന്നവർക്ക് അത് വേറൊരു തരം. എങ്കിലും ഇതെല്ലാം ഉണ്ടായിട്ടും അനുഭവിക്കുന്നവരാണ് കൂടുതൽ. ഗവൺമെന്റ് പെൻഷൻ വാങ്ങുന്നവർക്ക് വരെ നോക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. തീർച്ചയായും ഈ പ്രവാസം അത്ര ഗുണം ചെയ്യില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാതെ ഒരു പ്രവാസം ലോകത്തേക്ക് മാത്രം ചുവട് വെക്കുന്നത് അത്ര ഗുണമുള്ള കാര്യമായിരിക്കില്ല. അതുകൊണ്ട് അത് തീർച്ചയായും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. അത് അവരുടെ മക്കളുടെ ഉത്തരവാദിത്വമാണ് എന്നുകൂടി ഉണർത്തുകയാണ് ഈ സമയത്ത്. തീർച്ചയായും ഒരു പ്രവാസം സ്വീകരിക്കുന്നത് ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതുണ്ട്, അതിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്.
അതിന് ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ഇപ്പോൾ കുറെ വാർത്തകൾ അടുത്തിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഓംനേഴ്സ് ആക്രമിച്ചു, കൊലപ്പെടുത്തി എന്നൊക്കെയുള്ള വാർത്തകൾ. അത് അന്യനാട്ടിൽ ഇരുന്ന് CCTV-യിൽ മക്കൾ കണ്ടു എന്നൊക്കെയുള്ള വാർത്തകൾ. ഏതായാലും അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കളെ ശ്രദ്ധിക്കാതെ പോകുന്ന മക്കളെ അത് നേർവഴിക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതും കമ്മീഷന്റെ ഒരു ഉത്തരവാദിത്തത്തിൽ വരും. കമ്മീഷൻ ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഏതായാലും ഈ വയോജന കമ്മീഷന് എല്ലാവിധ ഭാവങ്ങളും നേടുകയാണ്. അത് തീർച്ചയായും ഒരു വൻ വിജയത്തിലെത്തട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. കാരണം ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗം, ഒരു പ്രത്യേക വിഭാഗമായി ഇപ്പോൾ വയോജനങ്ങൾ മാറിയിരിക്കുകയാണ്. ആരും ശ്രദ്ധിക്കാനില്ലാത്തതും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി അവരവരുടെ വീട്ടിലും അവർ ഇത്തരം കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഗവൺമെന്റ് ഒരു സംവിധാനം കൊണ്ടുവന്നതിൽ വളരെ നന്നായി. അത് വളരെ ഉപകാരപ്രദമാകും. അത് നല്ല വഴിക്ക് പ്രവർത്തിക്കാൻ അവർക്കൊക്കെ സാധിക്കട്ടെ. അതുകൊണ്ട് വയോജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. തീർച്ചയായും അത് ഒരു നല്ലൊരു തുടക്കമാകട്ടെ. ഇന്നത്തെ വയോജന കമ്മീഷന്റെ തുടക്കം നല്ലൊരു തുടക്കമായി. അത് വയോജനങ്ങൾക്ക് ഉപകാരപ്രദമായി, അവർക്ക് സംരക്ഷണം നൽകുന്ന രൂപത്തിൽ, അവർക്ക് സംരക്ഷണം കിട്ടുന്ന രൂപത്തിൽ, അതൊരു നല്ല രൂപത്തിൽ അത് പ്രാവർത്തികമാക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കുവാനും വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ താങ്കളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വിഷയവുമായി കണ്ടുമുട്ടും വരെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. നന്ദി, നമസ്കാരം.